സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. 80ാം സ്വാതന്ത്ര്യദിനം കണ്ണൂരിൽ. കണ്ണൂർ ജില്ലയിലെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യദിന പരേഡാണ് ഇന്നിവിടെ നടക്കുന്നത്. വൈദേശിക അധിനിവേശത്തിനെതിരെയുള്ള ധീരോദാത്തമായ പോരാട്ടത്തിൽ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒട്ടനവധി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കണ്ണൂരിന്റെ മണ്ണിൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിന പുലരി കൂടി വന്നെത്തുമ്പോൾ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരപഴശ്ശിയെയും അസംഖ്യം ധീരന്മാരെയും ഈ സുദിനത്തിൽ നമുക്ക് ഓർക്കാം. പരസ്പര സ്നേഹാദരങ്ങൾ നിലനിൽക്കുന്ന രാജ്യം സമ്പുഷ്ടവും ശക്തവുമായിരിക്കും. ആയതിനാൽ അതിർവരമ്പുകളില്ലാതെ പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയും അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ പ്രതിജ്ഞ ചെയ്യാം. ഭാഷ, ഭൂഷ, ദേശവ്യത്യാസമില്ലാതെ, ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ല നമ്മുടെ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ വിഷ്ണുരാജ് പി IAS അവർകൾ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കാൻ എത്തിച്ചേരുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ വിഷ്ണുരാജ് പി IAS അവർകൾ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യദിന പരേഡിൽ ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് അവർകൾ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിക്കുന്നതാണ്. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയോടും മറ്റ് MLA മാരോടും കോർപ്പറേഷൻ മേയറോടും മന്ത്രി സണ്ണി ജോസഫ് കുശലം പറയുന്നു. മാർച്ച് പാസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ്. വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ മാർച്ച് പാസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ പരേഡ് നയിക്കുന്നത് ശ്രീ പിച്ചു KR, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ മട്ടന്നൂർ. സെക്കൻഡ് ഇൻ കമാൻഡ് സുജിത് കുമാർ K, റിസർവ് സബ് ഇൻസ്പെക്ടർ, ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, കണ്ണൂർ സിറ്റി. വർണ്ണശബളമായ പരേഡിൽ മുൻനിരയിൽ KP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് പ്ലാറ്റൂൺ മാർച്ച് ചെയ്യുന്നു. തുടർന്ന് കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ്, റൂറൽ ഡിസ്ട്രിക്ട് പോലീസ്, വനിതാ പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, NCC സീനിയർ ഡിവിഷൻ, ജൂനിയർ ഡിവിഷൻ, SPC, സ്കൗട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് ഗേൾസ്, ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ് തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ അണിനിരന്നിരിക്കുന്നു. പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയൽ MJ നയിക്കുന്ന KP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. ശ്രീ വിപിൻ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്.
ശ്രീജേഷ്, സബ് ഇൻസ്പെക്ടർ പോലീസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. അനുശ്രുതി സി ബാലൻ, സബ് ഇൻസ്പെക്ടർ പോലീസ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന വനിതാ പോലീസ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ആദർശ് ജി നയിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാർ BP നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ സെറിമോണിയൽ പരേഡിന് അകമ്പടി താളമൊരുക്കുന്ന കണ്ണൂർ DSC ബാൻഡ് ട്രൂപ്പ് ബാൻഡ് മാസ്റ്റർ കുൽദീൻ സിംഗ് നയിക്കുന്ന DSC കണ്ണൂർ ബാൻഡ് ട്രൂപ്പ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നു. NCC സീനിയർ ഡിവിഷൻ SN കോളേജ് കണ്ണൂർ പ്ലാറ്റൂൺ കമാൻഡർ അനുഗ്രഹനാഥ്, സീനിയർ അണ്ടർ ഓഫീസർ SN കോളേജ്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ ഗ്രൂപ്പ് ലീഡർ ഉദിത് രാജേഷ്, സീനിയർ അണ്ടർ ഓഫീസർ. ഹയർ സെക്കൻഡറി സ്കൂൾ ചൊവ്വ ഗ്രൂപ്പ് ലീഡർ ദീക്ഷിത ലക്ഷ്മി. ആർമി പബ്ലിക് സ്കൂൾ കണ്ണൂർ ഗ്രൂപ്പ് ലീഡർ അനന്യ. ഗ്രൂപ്പ് ലീഡർ ജസിൻ റഹ്മാൻ. വർണ്ണശബളമായ പരേഡിന് അകമ്പടി താളം ഒരുക്കുന്ന കണ്ണൂർ ആർമി പബ്ലിക് സ്കൂൾ ബാൻഡ് ട്രൂപ്പ് കണ്ണൂർ മിത്ര നയിക്കുന്ന ആർമി പബ്ലിക് സ്കൂൾ ബാൻഡ് ട്രൂപ്പ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC ARHS പാതിരിയാട് ഗ്രൂപ്പ് ലീഡർ അൻവിയ KV. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ ഗ്രൂപ്പ് ലീഡർ വർണിത. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടുവം ഗ്രൂപ്പ് ലീഡർ അജിത് നാരായണൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാളി ഗ്രൂപ്പ് ലീഡർ ദിയ ദിലീപ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബർണശ്ശേരി ഗ്രൂപ്പ് ലീഡർ യാഷിക രജീഷ്. സ്കൗട്ട് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടട ഗ്രൂപ്പ് ലീഡർ ആര്യ ദക്ഷിൺ. സ്കൗട്ട് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കടമ്പൂർ ഗ്രൂപ്പ് ലീഡർ അന്വയ് സിജോയ്. വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ പരേഡിന് അകമ്പടി താളമൊരുക്കുന്ന കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NCC ബാൻഡ് ട്രൂപ്പ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്ന ബാൻഡ് മാസ്റ്റർ അളക് നന്ദ. ഗൈഡ്
Kadambur Higher Secondary School, Kadambur, group leader Anul Lakshmi. Guides, Government Vocational Higher Secondary School for Girls, Payyamalam, group leader Navamika G. Das. Junior Red Cross Boys, Kadachara Higher Secondary School, Kadachara, group leader Annai CP. Junior Red Cross Boys, Kadambur Higher Secondary School, Kadambur, group leader Sri Dev PV. Junior Red Cross Girls, St. Teresa's Anglo-Indian Higher Secondary School, Varnaseri, group leader Aina M. Junior Red Cross Girls, Kodali Higher Secondary School, Kodali, group leader Ashmita Anand Dampyar KP. ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് അവർകൾ പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ 50ാം സ്വാതന്ത്ര്യ ദിനം ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാർ വിവിധങ്ങളായ പരിപാടികളോടെ സമുചിതമായിട്ട് ആഘോഷിക്കുമ്പോൾ കണ്ണൂരിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുമ്പോൾ അതിൽ പങ്കുചേരുന്നതിൽ നിങ്ങളെപ്പോലെ എനിക്കും ഏറെ സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്ത് കച്ചവടത്തിനായിട്ട് വന്ന വൈദേശികർ രാജ്യത്തിന്റെ ഭരണാധികാരികളായി മാറുകയായിരുന്നു. ആ വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ അതിശക്തമായ സമര പോരാട്ടങ്ങൾ വിജയിച്ചത് 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോക ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടതാണ്. അക്രമരഹിതമായ സത്യാഗ്രഹ മാർഗത്തിലൂടെയാണ് രാഷ്ട്രപിതാവ് മഹാത്മജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ്ജിയും നിരവധിയായ നേതാക്കന്മാരും ദേശീയ പ്രസ്ഥാനത്തിന് ഏറെ ആവേശകരമായ നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യ സമാധാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ നിരവധി പേരുണ്ട്. ജാലിയൻ വാലാബാഗ് സമരത്തിലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുമെല്ലാം രക്തസാക്ഷികളായവർ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ എല്ലാം ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും ലക്ഷ്യബോധത്തിലുള്ള പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ആ വിലപ്പെട്ട സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന് ഏറ്റവും മാതൃകാപരമായ മതേതരത്വവും ജനാധിപത്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയും നമുക്ക് ലഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഭരണഘടനയെ മുറുകെ പിടിക്കാൻ ഈ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ, ഭരണഘടനാ മൂല്യങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ നമുക്ക് ശക്തി പകരേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ വിഘടനവാദം, ഭീകരവാദം, വർഗീയവാദം ഇതെല്ലാം ഉയർന്നു വരുമ്പോൾ അതിനെതിരെ രാജ്യസ്നേഹത്തിന്റെ കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കാൻ ഈ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ നമുക്ക് ശക്തി പകരും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യ തലയെടുപ്പുള്ള ഒരു ജനാധിപത്യ മതേതര സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ
നാം നേടിയെടുത്ത വിലപ്പെട്ട സ്വാതന്ത്ര്യം നിലനിർത്താൻ സാധിക്കണം. ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, വ്യാവസായിക, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെല്ലാം വൻപിച്ച മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കേട്ട ഗാനങ്ങൾ മധുരമുള്ളവയാണ്. ഇനിയും കേൾക്കാനുള്ള ഗാനങ്ങൾ കൂടുതൽ മാധുര്യമേറിയവയാണ്. കൂടുതൽ നേട്ടങ്ങൾക്കായി, നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തെ പൗരന്മാരായി, അച്ചടക്ക ബോധമുള്ള പൗരന്മാരായി, രാജ്യസ്നേഹികളായി വളരാനും ജീവിക്കാനും നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അതാകട്ടെ ഈ സ്വാതന്ത്ര്യദിന ചിന്ത എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്.